ഹലോ ഗൈസ് വെൽക്കം ടു ഓക്കെ അനാഷ് യൂട്യൂബ് എല്ലാത്തുക്കും ഓക്കെ. അപ്പം സാധാരണ നമ്മൾ റിയാക്ഷൻ വീഡിയോ ആണ് ഇടല്. ഇന്ന് നമ്മൾ ഈ ഒരു വീടിനെ കുറിച്ച് എവിടെ പോയാലും എപ്പോഴും എല്ലാരും ചോദിക്കല് ഒന്ന് പെർഫ്യൂം എന്തായി, ബിസിനസ് ഉണ്ടോ, പെർഫ്യൂമിനെ കുറിച്ച് ചോദിക്കലുണ്ട്. സെക്കൻഡ് ചോദിക്കല് വീട് പണി. കൂടുതലും എന്ന് പറയാൻ കാരണം യൂട്യൂബിലാണ് കുറെ ഇമ്മമാര് അങ്ങനത്തെ ഉള്ളത്. ഓല് എന്നെ എപ്പം കണ്ടാലും ചെങ്ങായി വർക്ക് ചെയ്യും, അത് ഇങ്ങനെ ഹലോ ഗൈസ് എന്നറിയില്ലേ, അത് അവിടെ പിടിച്ചിരുന്നോ അങ്ങ് എന്തേലും പറയാണ്ട് അതിൽ പറഞ്ഞാൽ മതി. ഓക്കെ. അപ്പം കൂടുതൽ ആൾക്കാരും വീട് പണിനെ കുറിച്ചാണ് ചോദിക്കുന്നത്, വീട് എന്തായി അതായി ഇതായി. അപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പം വീടിൻ്റെ ഇപ്പോഴത്തെ നിലവിലെ സ്റ്റേജ്. ഓക്കെ. ഞാൻ ഈ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ബാ ഫസ്റ്റ് നമുക്ക് നാഫിയെ മേലെ കാണിക്കണോ അതോ സൈഡ് ഭാഗങ്ങളൊന്ന് കാണിക്കണോ? ഫസ്റ്റ് മേലെ കാണിക്കണ്ടേ, അല്ലെങ്കിൽ സൈഡ്? എന്നാ ഫസ്റ്റ് മേലെ കാണിക്കാം. വീഡിയോ എടുക്കണത് ഇതാ പാച്ചാണ്, ഇവന് ചാലിയത്തുള്ളതാണ്. എൻ്റെ കൂടെ ചിലപ്പോൾ ഇങ്ങോട്ട് നോക്ക് പൊട്ട, എല്ലാ വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും. പാച്ചു എൻ്റെ രണ്ട് വാക്ക് സംസാരിച്ചോ? ഒന്നും പറയാനില്ല. എന്നാൽ നീ അതേമാതിരി ഓക്കെ. എന്നാ വാ മേലേക്ക് വാ. അപ്പം ഈ ഒരു കോണി ഇവിടെ ഉണ്ടാക്കിയിട്ട് കുറേ കാലമായി. ക്യാമറ ഇങ്ങനെ പിടിക്കുമ്പോൾ കൈ അതിൽ വരുന്നത് നോക്കണം കേട്ടോ, മനസ്സിലായോ? നമ്മൾ ആദ്യമായിട്ടല്ലേ സാധനം വ്ളോഗ് എടുക്കണേ. അപ്പം ഈ ഒരു കോണി ഇവിടെ ഉണ്ടാക്കിയിട്ട് ഏകദേശം ഇപ്പം എത്ര ഉണ്ടാവും നാഫിയെ? ഒരു 4 മാസമായി ഉണ്ടാവോ? 3 മാസം. ഈ ഒരു കോണി ഏകദേശം ഇവിടെ ഉണ്ടാക്കിയിട്ട് 3 മാസമൊക്കെ ആയിണ്ടാവും, 3-4 മാസം. അപ്പം നിലവിലിപ്പോൾ നമ്മളെ പെര നിൽക്കണത് വാർപ്പിട്ട് കഴിഞ്ഞ്. ഇതാണ് ബാൽക്കണി. ഇതാണ് നമ്മളെ കൊലായിൽ. ഇവിടെ ബാൽക്കണി ഉണ്ടാവും. ഇവിടെ ഇതുണ്ടാവില്ലേ, എന്താണ് ഊഞ്ഞാല. ഇവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ചങ്ങല വെച്ചിട്ടുള്ള ഊഞ്ഞാല. കാരണം നമ്മളെ പെരാന്നുള്ളത് ചാലിയാർ പോയൻ്റെ തീരത്താണ്. പിന്നെ അതേമാതിരി അപ്പുറത്ത് പോയാൽ അവിടെ കടൽ, മുമ്പിൽ പാടമുണ്ട്. പിന്നെ ഇതാ പെരൻ്റെ മുമ്പിലേക്ക് മാങ്ങമരം കണ്ട, മാങ്ങൊക്കെ കണ്ട അങ്ങനെ തുടിച്ച് നിൽക്കണണ്ട, കണ്ട ഏതൊരാളും കണ്ടുപോയിട്ടുണ്ടെങ്കിലും ഒന്ന് ഇതാക്കിപ്പോവും മാങ്ങമരം കാണുമ്പോൾ അല്ലേ? സ്വാഭാവിക. നാഫിൻ്റെ ചെങ്ങായിമാരൊക്കെ തറാവി നിസ്കരിക്കാതെ ചാലിയം ബീച്ചിക്ക് പോകും അല്ലേ? പറഞ്ഞോ, ആരും കാണൂല. ഇല്ലല്ലോ. അപ്പോൾ പോകുമ്പോൾ വല്ല 1-2 മാങ്ങൊക്കെ എടുത്തുകൊണ്ടാണ് പോവല്ലേ. അപ്പോൾ നാഫിൻ്റെ ചെങ്ങായിമാർ തറാവി കട്ടാക്കാതെ ചാലിയം ബീച്ചിക്കൊന്നും പോവലില്ല. അപ്പോൾ ഈ പോവല്ലാതെ നിൽക്കൽ മാങ്ങ ഒന്നും എടുക്കാതെയാണ് അവർ പോവാതെ നിൽക്കൽ. ഓക്കെ. ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പം വാ. അപ്പം ഇപ്പം നിങ്ങളെല്ലാവരും നമ്മളെന്ത് കണ്ട് ഇവിടെ ഫ്ലാഷ് അടിക്കേണ്ട ആവശ്യമുണ്ടോ? കിട്ടില്ലേ? ഇതാണ് നമ്മളെ കൊലായി കണ്ട്. ഇനി നമ്മളെ ഡൈനിങ് ഹാള് കാണൂ. ഇത് ഈ വീട് പണീൻ്റെ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരേണ്ട വെച്ചാൽ ഈ വീഡിയോ കണ്ടതിൻ്റെ ശേഷം ഞാൻ ആരും എന്നോട് ചോദിക്കരുത് എന്ത് വീട് പണി എവിടെ എത്തി, കഴിഞ്ഞില്ല, അങ്ങനത്തെ ഒരു കാര്യം എന്നോട് ചോദിക്കരുത്. ഈ വീഡിയോ നാഫിനോടും കുറെ ആൾക്കാർ ചോദിക്കലുണ്ടല്ലോ. നാഫി അവിടെ അറബി കോളേജിൽ പഠിക്കാൻ പോകലുണ്ട്, അവിടുന്ന് ഓരോരുത്തർ ചോദിക്കും വീട് പണി എന്തായി കാരണം ഇതുണ്ട് നമ്മൾ വീട് പണീന്റെ വാർപ്പ് തുടങ്ങണതിന്റെ ബംഗാളികളെ മറ്റേ വീഡിയോ ഉണ്ടാക്കിനി. ഏതൊരു ബംഗാളികൾ നമ്മളെ കൊലായിൽ വന്നിട്ട് തമ്പാക്കുന്ന വീഡിയോ. അപ്പൊ അത് പിന്നെ അതേമാതിരി നമ്മൾ ഓക്കെ ബിൽഡേഴ്സ് എന്ന് പറഞ്ഞൊരു സാധനം തുടങ്ങിനി, കൺസ്ട്രക്ഷൻ കമ്പനി. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മളെ വീട് പണീൻ്റെ മേലൊക്കെ ആഡ് ചെയ്തതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്കാർ ചോദിക്കും. ഓക്കെ. അപ്പം ഇനി ഇത് നമ്മളെ ഡൈനിങ് ഹാള്. ഫസ്റ്റ് ഞാൻ എൻ്റെ റൂം കാണിച്ചു തരാം. ഓക്കെ. ഇതാണ് എൻ്റെ റൂം. കണ്ടാ, ഇതിപ്പോൾ ലാസ്റ്റ് പണി കഴിഞ്ഞത് സിമെന്റിന്റെ ജനാല വെച്ചതാണ്. അതാണ് ലാഭം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിന്റെ ഇവിടെ എൻ്റെ കട്ടിലുണ്ടാവും. ഇവിടെ കട്ടില് സംഭവങ്ങള്. ഇത് ഡ്രസ്സിംഗ് റൂം. സത്യം പറഞ്ഞാൽ ഈ ഡ്രസ്സിംഗ് റൂം എന്താന്ന് എനിക്കറിയില്ലല്ലോ. ഡ്രസ്സിംഗ് റൂം എന്താണ്? ഓണി അവിടുന്ന് ആ ഡ്രസ്സ് മാറ്റുന്ന സ്ഥലമൊന്നുമല്ല. ഡ്രസ്സിംഗ് റൂം എന്ന് പറഞ്ഞാൽ ഡ്രസ്സിംഗ് റൂം എന്ന് പറഞ്ഞാൽ എന്താ എന്തോ എനിക്കും അറിയില്ല. ഡ്രസ്സിംഗ് ChatGPT വെച്ചോക്കാം. ഇതാണ് ഗൈസ് ബാത്റൂം. ഞാൻ സാധാരണ ബാത്റൂം ഉണ്ടാക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് എന്താ വെച്ചാല് എനിക്ക് ബാത്തപ്പൊക്കെ വേണം. ഇനി ഇവിടെ ഇങ്ങനെ കിടന്ന് കുളിക്കാനുള്ളേ. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്. ഇവിടെ ഇപ്പോൾ ബാത്തപ്പ് ഇത്ര ഉണ്ടാവും, ഇത്ര ഉള്ള ബാത്തപ്പ് ഉണ്ടാവില്ല, കുറച്ചും കൂടി വലുപ്പം ഉണ്ടാവും. ഇവിടെ ബാത്തപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുന്ന് അപ്പിടേണ്ടി വരും. അപ്പൊ അതെന്തായാലും നടക്കൂല, കഷ്ടപ്പാടാവും. അപ്പൊ എന്തായി, ഇവിടെ ക്ലോസിറ്റ് ഇവിടെ ഇരുന്ന് അത് പിന്നെ ഇവിടെ കുളിക്കുക. ചെറുതാ, ഞാൻ പ്രതീക്ഷ അത്ര ആയില്ല അല്ലേ? കാരണം എന്താ വെച്ചാല് ഞാൻ എനിക്ക് വലിയ ബാത്റൂം വേണമെന്ന് പറഞ്ഞിനി.
പക്ഷേ ഇതും കൂടി ഡ്രസ്സിങ് റൂമും കൂടി ഉള്ളതുകൊണ്ട് വലിയ ബാത്റൂം ഇനി നടക്കൂല എന്നാണ് തോന്നണത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വില കണ്ടില്ലേ. പിന്നെ വേറെ ഒന്ന് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇനി തൊട്ടിലിപ്പോൾ ഇവിടെ കിട്ടുക അതെന്തേലൊക്കെ ചെയ്യാം. അവിടെയൊക്കെ സ്പേസ് ഉണ്ട്, ഇഷ്ടമാതിരി സ്പേസ് ഉണ്ട്. ഇത്ര വലിയ റൂമുണ്ടല്ലോ, അത് മതി. അപ്പോൾ അങ്ങനെ എനിക്ക് ഒറ്റക്കുള്ള റൂം. പിന്നെ വേറെ ഒന്ന് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇപ്പം നിലവിൽ ലാസ്റ്റ് പണി കഴിഞ്ഞത് ജനാല, സിമെൻറ്റിൻ്റെ ജനാല വെച്ച്. ഇനി അടുത്ത പണി ഓരോ പണിയും നമ്മൾ കഴിഞ്ഞാലും നമ്മളെന്തിടും, വീഡിയോ ഇടും. ചിലപ്പോൾ ഇനി നാഫി ഉണ്ടായിക്കൊള്ളണം ഉണ്ടാവില്ല എല്ലാ പണിയും കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന്. പക്ഷെ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യും. കാരണം നാഫിക്ക് പോവാനുള്ളതാണ്, കോളേജിൽ പോകാനുള്ളതാണ്. ഓൻ വരുമ്പോൾ ഓൻ ആഡ് ചെയ്യുന്നുള്ളൂ, മനസ്സിലായോ? അപ്പം ഇനി അടുത്തത് ഇതാണ്, എന്ത് വയറിങ്ങിൻ്റെ പണിയാണ്. വയറിങ് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ഇടാം. അപ്പം നാഫി ഉണ്ടാവും എന്തായാലും. അടുത്തതായിട്ട് നമ്മൾ പോകാൻ പോണത് നാഫിൻ്റെ റൂമിലേക്ക് പോണതിൻ്റെ മുമ്പ് നമ്മൾ ഫസ്റ്റ് ഒരു കാര്യം പറയുന്നുണ്ട്. ഈ നാഫിക്ക് എന്ന് പറഞ്ഞാൽ അത്രക്കും ഭാഗ്യമുള്ള ഒരു മനുഷ്യനാണ്. ഇത്ര ചെറുപ്പത്തിൽ നാഫിക്ക് സ്വന്തമായിട്ട് റൂം, സ്വന്തമായിട്ട് ബാത്റൂം, സ്വന്തമായിട്ട് പല സാധനങ്ങളും നാഫിക്ക് പെരുന്നാക്കോടി നമ്മളൊക്കെ ഞാനൊക്കെ നാഫിൻ്റെ പ്രായത്തിൽ ആകെ ഡ്രസ്സ് എടുക്കലോ ഒന്ന് ചെറിയരുന്നാക്കും ഒന്ന് വലിയൊരുന്നാക്കും. നാഫിക്ക് ഈ പ്രായത്തിൽ ഓക്കെ ഒരു യൂട്യൂബറായ ഏട്ടുള്ളതുകൊണ്ട് ഓക്ക് ചെറിയരുന്നാക്ക് 3 കൂട്ട്, ഇനിയിപ്പോൾ വലിയൊരുന്നാക്ക് ഇനി എത്ര കൂട്ടാ കിട്ടുകയെന്നല്ല. അപ്പം നാഫി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യമുള്ള മനുഷ്യനാണ്. അപ്പം നാഫിക്ക് ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഒരു റൂം കിട്ടാൻ പോവാണ്. ഞാനൊക്കെ ഈ നാഫിൻ്റെ പ്രായത്തിൽ ഒറ്റ റൂമിലാണ് കിടന്നിരുന്നത്, അതും ഒറ്റ ബാത്റൂം. ഇത് നാഫിക്ക് സ്വന്തമായിട്ടൊരു ബാത്റൂം. അപ്പോൾ നമ്മൾ നാഫിൻ്റെ റൂമാണ് അടുത്ത് കാണാൻ പോണത്. ഓക്കെ, നാഫിൻ്റെ റൂം ഇതാണ് നാഫിൻ്റെ റൂം. നാഫിക്ക് കട്ടില് സാധനങ്ങള് ഇനി വേണമെങ്കിൽ ഇവിടെ നാഫിക്ക് ഇവിടെ തന്നെ റൂമിൽ തന്നെ ഡ്രസ്സിങ് റൂമും കാര്യങ്ങളും. ഇവിടെ ഓൻ്റെതായിട്ടുള്ള കാറും സാധനങ്ങളും, ഓൻ്റെ ഹോട്ട് വീൽസ് ക്ലിയർ ഇല്ലേ? ഇനി അത് മതി. ഇനി നാഫിൻ്റെ ബാത്റൂമാണ്. ബാത്റൂമൊക്കെ കാണുന്നുണ്ടോ? ഇത് നാഫിൻ്റെ ബാത്റൂമാണ്. കാരണം എന്താ, നാഫിൻ്റെ ബാത്റൂം കുറച്ച് ഇന്ത്യനെക്കാട്ടി ചെറുതാണ്. കാരണം എന്താ വെച്ചാൽ നാഫിൻ്റെ ചെറുതാണ്. നാഫിക്ക് അങ്ങനെയല്ല, ഉള്ള പോലെ തന്നെ പറയണം. എനിക്ക് ഇന്ത്യ എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് വലിയ ബാത്റൂം വേണ്ടിയില്ല. നാഫിന്റെ ഒക്കെ ചെറുതാണ്, മതി. ഇതന്നെ ധാരാളം. ഇനിയിപ്പോ നാഫി വലുതാവുമ്പോ നമുക്ക് വേണമെങ്കിൽ അതിനനുസരിച്ചുള്ള ബാത്റൂം സെറ്റ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇപ്പൊ എന്തായാലും നാഫി ഒക്കെ ചെറുതാണ്. ഇനി അടുത്തത് നമ്മള് എന്റെ വലിയ അഞ്ചൻ സിനുവിന്റെ ബാത്റൂമാണ്. അല്ല ബാത്റൂം അല്ല, ഒക്കെ ബാത്റൂമല്ല. ഓന്റെ റൂമൊക്കെ എങ്ങനെ പോവാച്ചാൽ ഇങ്ങനെ കേറിയിട്ട് ഇതിൽ കൂടെ ഇവിടെയാണ് ഡോറ് വരിക, മനസ്സിലായ? ഇവിടെയാണ് ഡോറ് വരിക. ശരിക്കും നമ്മള് വീട് നന്നായിട്ട് കേറുകയാണെങ്കിൽ ഇവിടെ ഡോർ ഉണ്ടാവുക, ഇവിടെ ഡോർ ഉണ്ടാവുക, ഇവിടെ ഡോർ ഉണ്ടാവുക, ഇവിടെ അല്ലേ പൊട്ടാ, ഇവിടെ ഡോർ ഉണ്ടാവുക. ഉമ്മ അത് അടിയിന്ന് മേലേക്ക് വന്നാണ് തിരുത്തി തരാൻ വരുന്നേ. ഓ ഇവിടെയാണ് ഡോർ ഉണ്ടാവുക, അവിടെ അല്ല ഡോർ. അവിടെ ഡോർ ഉണ്ടെങ്കിൽ അപ്പൊ ഇതെന്താണ്? ഇതിങ്ങനെ വെറുതെ സിനുവിന് ഇങ്ങനെ റൂമിൽ കുറെ നേരം ഇങ്ങനെ ഇരുന്നുണ്ടെങ്കിൽ കുറച്ചു നേരം ഇങ്ങനെ പുറത്ത് ഇങ്ങനെ നിൽക്കാനുള്ള സ്ഥലം. ഓക്കെ, അപ്പൊ ഇത് സിനുവിന്റെ റൂം. സിനുവിന്റെ ഗെയിമും സാധനങ്ങളും. ഇതാണ് സിനുവിന്റെ ബാത്റൂം. സിനുവിന്റെ ബാത്റൂം അത്യാവശ്യം വലിപ്പുണ്ട്. അതെന്താ വെച്ചാല് സിനുവിന് ഡ്രസ്സിങ് റൂം ആയിട്ട് വേറെ സംഭവങ്ങളില്ലല്ലോ. അപ്പൊ ഒന്നായിട്ട് വലിയ ബാത്റൂം ആക്കി. അല്ലാതെ സിനുവിൻ്റെത് വലിയതായതുകൊണ്ട് വലിയ ബാത്റൂം അങ്ങനെ ഒന്നുമില്ല. ഓക്കെ, അങ്ങനെ ആരും വിചാരിക്കണ്ട. ഇനി അടുത്തത് നമ്മൾ കാണാൻ പോണത് പിന്നെ വേറൊരു സംഭവം. പിന്നെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ വീടിന് നമ്മളെ ഉള്ളിൽ മാത്രമാണ് ഇപ്പം നിലവിൽ ബാത്റൂം ഉള്ളത്. അപ്പം നമ്മൾ പുറത്തും കൂടി ബാത്റൂം ഉണ്ടാക്കിന്, അതിൻ്റെയും കൂടിയും വീഡിയോ കാണിച്ചതാണ്. ഓക്കെ, കമോൺ. അപ്പൊ ഗൈസ് വാ, നമ്മള് പുറത്തത്തെ കുറച്ച് പണിയെടുക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ വേറെ നിങ്ങള് പൂട്ടി പോയിക്കോളിന്ന് വെറുതെ വീഡിയോയിൽ കുടുങ്ങാൻ വേണ്ടി. എൻ്റെ ഉമ്മ വീഡിയോയിൽ കുടുങ്ങാൻ വേണ്ടി ഇങ്ങനെ ആയിക്കോടി ഇന്ത്യക്കൂടെ ഒക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ പ്രേക്ഷകരാവുന്ന മൈൻഡ് ചെയ്യണ്ട, നിങ്ങൾ എൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കാണേണ്ടത്. ഓക്കെ, ഇന്ത്യൻ നാഫിൻ്റെയും. പിന്നെ എന്താ വെച്ചാൽ ഇപ്പം വീട് പണി നടക്കണോണ്ട് നമ്മളെ പെരയിൽ ആകെ അലങ്കോലാണ്. ഇത് ഇങ്ങോട്ട് ശരിക്കും നല്ല കാറൊക്കെ കയറും. അതൊക്കെ ഗേറ്റ് കാണിച്ചെടുത്താ, ഗേറ്റ് കണ്ടാ ഇത്ര വീതിയൊക്കെ ഉണ്ട്. കാറ് ഇപ്പം ഏകദേശം ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. ഇവിടുന്ന് നേരെ കാറൊക്കെ കയറും. ഞമ്മപ്പോൾ കാറ് നിർത്തിയിടല് പള്ളീൻ്റെ തൊടിയിലാണ് അപ്പുറത്ത്. ഇനി പെരപ്പണിയൊക്കെ കഴിഞ്ഞിട്ട് കാറ് ഇങ്ങോട്ട് കയറ്റും. ഓക്കെ, അപ്പോൾ ഇത് പോവും, അത് പോവും, ഇതൊക്കെ ഒഴിവാക്കാനുള്ളത്. ഇതൊക്കെ ഇവിടെയൊക്കെ നമ്മൾ ഫുള്ള് ഇൻ്റർലോക്ക് ചെയ്യണം. അതൊക്കെയാണ് ഇപ്പോൾ പ്ലാനിങ്.
ഇനി അതിനനുസരിച്ച് സംഭവങ്ങൾ സെറ്റായി നമ്മൾ ചെയ്യും. അതെ ഓക്കെ, എല്ലാത്തിനും പൈസ വേണമല്ലോ. പൈസ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യും. ഇനി ഇതിൽ കൂടെയാണ് നമ്മൾ കാണാൻ പോണത്. നമ്മൾ പുറത്തത്തെ പണികളാണ്. ഇതുണ്ടാ, ഇതൊക്കെയാണ് വീടിൻ്റെ സ്ഥലങ്ങൾ. ഇത് നമ്മൾ തിരുമ്പണ കല്ല്. ഇത് പെര ആകെ 5 സെൻറ്റിലാണ് പെര ഉള്ളത്. അപ്പോൾ ഒരു ഒതുങ്ങിയ സ്ഥലങ്ങളാണ്. ഇതുണ്ടാ, ഇത് വേസ്റ്റ് കുഴി. വേസ്റ്റ് കുഴി എന്തിനാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കിയത്? എന്തിൻ്റെ വേസ്റ്റ്? സാധനത്തിൻ്റെ. എന്തിൻ്റെ വേസ്റ്റാന്ന് അറിയില്ല. എന്തായാലും വേസ്റ്റ് കുഴിയാണ്. എന്തിനാണ് ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ അപ്പോൾ എന്താ പറയുക, വെറുതെ നമുക്കിങ്ങനെ പേപ്പറൊക്കെ ഇടാലോ. വേസ്റ്റ് നമ്മളാരും വേസ്റ്റ് ബാസ്ക്കറ്റ് ഉപയോഗിക്കില്ല. വേസ്റ്റ് കുഴിക്ക് ഇടാലോ സാധനങ്ങളൊക്കെ. പിന്നെ ഇതാണ് പുറത്തത്തെ ബാത്റൂം. മേലെ നമ്മൾ 3 റൂമിലും 3 ബാത്റൂം കാണിച്ച്. പിന്നെ അടിയിൽ മറ്റേ ഒരു ബാത്റൂമുണ്ട്. അപ്പോൾ പിന്നെ ഇനി ഇത് അതിഥികളൊക്കെ വരുമ്പോൾ നമ്മളെ ബാത്റൂമൊക്കെ ആരും കയറ്റൂല. അപ്പം ഇല്ലല്ലോ, നമുക്ക് നമ്മളതായിട്ടുള്ള ബാത്റൂം അല്ലെങ്കിൽ പിന്നെ ഒരു ക്ലീൻ ചെയ്യേണ്ടി വരും. അപ്പം ഓൽക്കൊക്കെ വരുമ്പോൾ അതാളാണ് ഇത്. ഇവിടെ യൂറോപ്യൻ ഇല്ല. ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ടി വരും. ഇങ്ങനെ ഇരിക്കേണ്ടി വരും. ഇങ്ങനത്തെ ബാത്റൂമാണ് ഇവിടെ. ഇന്ത്യൻ ആണ് ഇവിടെ. ഓക്കെ, ഒന്ന് 2 എങ്ങനെയാണ് ഒരു ഇതില് 2 പിന്നെതാ വേറൊരു സംഭവം എന്താ വെച്ചാല്, ഇനി ഇവിടെ ഒരു കോണിയുണ്ട്. എന്താ വെച്ചാല് ഇവിടെ ഇത് ഉദ്ഘാടനം ചെയ്ത ഇപ്പൊ നമ്മളെ ഈ റോഡ് പണിയൊക്കെ ഉദ്ഘാടനം പിണറായി വിജയന്, മന്ത്രി റിയാസൊക്കെ ചെയ്യല്ലേ, അതേമാതിരി ഈ കോണി ഉദ്ഘാടനം ചെയ്തത് മുഹമ്മദ് നാഫി വണ്ണൂരോളാണ്. ഇതെന്തിനാ വെച്ചാല് നമ്മളെ മഴക്കാലത്ത് ഡ്രസ്സൊക്കെ ചിക്കിടേണ്ടി വരും, സ്വാഭാവികം. അപ്പം ഇവിടെ അയലൊക്കെ കെട്ടിയിട്ട് സെറ്റാക്കിയിട്ട് ഇവിടെ ചിക്കിടാണ്. ഇനി ഇതിൻ്റെ മേലേക്ക് ഒരു കോണി ഉണ്ട് എന്നാണ് പറഞ്ഞ് കേൾക്കണത്. അതെന്തിനാ വെച്ചാൽ മേലെ നമ്മൾ ടാങ്ക് വെക്കണം, വെള്ള ടാങ്ക്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള. പിന്നെ എൻ്റെ പേരുള്ളത് മദ്രസൻ്റെ തൊട്ടടുത്താണ്. ഇതാണ് ഞാൻ പഠിച്ച മദ്രസ്, ഹയാത്തുൽ ഇസ്ലാം മദ്രസ. ഞാൻ 10-12 കൊല്ലമൊക്കെ ഇവിടെയാണ് പഠിച്ചത്. ഓക്കെ, അപ്പം അത്രയൊക്കെയാണ് വീടിൻ്റെ അപ്ഡേഷൻസ്. ഇനി വീട് പണി ഇനി സ്വിഗ്ഗിൻ്റെ ബാഗ്. ഇത് പണ്ട് ഞാനില്ലേ യൂട്യൂബൊക്കെ തുടങ്ങുന്നതിൻ്റെ മുമ്പ് നമ്മൾ കുറേ കാലം സ്വിഗ്ഗിയൊക്കെ ഓടാൻ പോയിന്. കാരണം നമ്മൾ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. നമ്മൾ പണി എടുക്കേണ്ടി വരും. കുറേ കാലം പണിക്കൊക്കെ പോയിന്. ഇപ്പം പിന്നെ നമ്മൾ വ്ളോഗൊക്കെ ഇടാറുള്ളതുകൊണ്ട് പണി നിർത്തിയതാണ്. അപ്പോൾ അന്ന് സ്വിഗ്ഗിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു ഓപ്ഷൻ ഉണ്ട്. സ്വിഗ്ഗിൻ്റെ ഈ ബാഗ് എല്ലാവരും ഈ ബാഗ് ആയിട്ട് പോലെ ചടപ്പാണ്. കാരണം അത് തന്താരാണ് ബാഗ് കയറ്റി പോകുക. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ, ഇവിടെയാണ് സ്വിഗ്ഗിൻ്റെ ചിഹ്നം ഉള്ളത്. ഇത് മുറിക്കും. അപ്പം ഈ സ്വിഗ്ഗിയിൽ ഓടുമ്പോൾ ബാഗ് കൊണ്ടുപോകണമെന്ന് ഓല് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചോദിക്കും, ചിഹ്നം ചോദിക്കും. അപ്പോൾ ഞാൻ എന്താ ചെയ്യും, ആ മുറിച്ച സാധനം കീശേന്നാണ്ട് എടുത്തിട്ട് ഫോട്ടോ ഉണ്ട് അയച്ചു കൊടുക്കും. അപ്പോൾ അപ്രോഡ് എന്ന് പറയും. മണ്ടന്മാർ സ്വിഗ്ഗിക്കാർ ഇത് കാണുന്നുണ്ട്. നിങ്ങളെ ഞാൻ 2 കൊല്ലമൊന്നുമില്ല, കുറച്ചൊക്കെ കാലം, 1 കൊല്ലമൊക്കെ നിങ്ങളെ ഞാൻ പറ്റിച്ചാണ്. മനസ്സിലായ? ഇനിയിപ്പോൾ അത് നടക്കൂല കേട്ടോ. ഇപ്പം ആ ബുദ്ധിയൊക്കെ കണ്ടുപിടിച്ച് തോന്നുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുറേ ഓടുമ്പോൾ സ്വിഗ്ഗിന്ന് ഇതേമാതിരി ബാഗൊക്കെ വരും. അതാണ്ടാ 1 2 അതിൽ നമ്മൾ ആവശ്യമില്ലാത്തതും ഇവിടെ നമ്മൾ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ കയറ്റി. ഞാൻ എന്തൊക്കെ പണിയെടുത്തിട്ടുണ്ടെന്നാ, സ്വിഗ്ഗിയിൽ പോയിന്, സൊമാറ്റോയിൽ പോയിന്, കാറ്ററിങ്ങിന് പോയിന്, പിന്നെ ബാംഗ്ലൂർ ഊബർ ഓടിന്. പിന്നെ എൻ്റെ ലൈഫിൽ ഏറ്റവും ട്രാജഡി ആയിട്ടുള്ള പണി എന്താ വെച്ചാൽ, ഡൽഹിയിൽ 2024 സെപ്റ്റംബർ 20-നാണ് ഞാൻ ഡൽഹി പോണത്. എൻ്റെ ഒരു അവസ്ഥ എന്താ വെച്ചാൽ, നമുക്ക് വീട്ടിൽ നിന്നൊന്നും അങ്ങനെ പൈസ തരുമൊന്നുമില്ല. പഠിക്കാനൊക്കെ സ്വന്തമായിട്ട് പൈസ കണ്ടെത്തണം. അപ്പോൾ വീട്ടിൽ നിന്നൊന്നും തന്നില്ല. അപ്പോൾ എന്ത് ചെയ്ത്, ഞാനവിടെ ഊബർ ഓടിന് ഡൽഹിയിൽ. മോനെ, സെപ്റ്റംബർ 20 എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര തണുപ്പ് ടൈമാണ്. ആ തണുപ്പത്ത് സുബൈക്ക് എണീച്ചിട്ട് എത്ര റാപ്പിഡ് ഓടുന്നു പറയാം. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 4 മാസം അങ്ങനെ കിടന്നോടുക. കാരണം ഒരു ഫാമിലിയിലുള്ള മൂത്ത മോനാകുമ്പോൾ ഉണ്ടാകുന്ന ഓരോ സംഭവങ്ങളാണ്. പുറത്തുനിന്ന് ഒരു തന്ത നോക്കുന്നുണ്ട്, അയൽവാസി. അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം. ഓക്കെ, ബാക്കി അടിയിന്നാക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളെ വീട് പണിൻ്റെ അപ്ഡേഷൻസ്. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഫുള്ള് കണ്ടോലോ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഫുള്ള് കണ്ടെന്നൊന്ന് പറയണം കേട്ടോ. ഇനി മനസ്സിലായില്ല, എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളോട് കമൻറ്റിൽ ചോദിക്കുക. ഞാനത് വീഡിയോ ആയിട്ട് എങ്ങനെയെങ്കിലും അപ്ലോഡ് ആക്കുക. കമൻറ്റിൽ എന്തെങ്കിലും റിപ്ലൈ തന്നെ, എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് റിപ്ലൈ ചെയ്യും. പിന്നെ വേറൊന്ന്, ഇനി നമ്മൾ രണ്ടാളുള്ള ഇതേമാതിരി എവിടെയെങ്കിലും പോകണതോ അങ്ങനെ എന്തെങ്കിലും വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ പറഞ്ഞാൽ മതി. നമ്മൾ കമൻ്റൊക്കെ പരിഗണിക്കും.
ഈ വീഡിയോ ഫുള്ള് കണ്ടോൾക്കാണ് ഈ സാധനം കിട്ടുള്ളൂ. കമൻറ്റിൽ നിങ്ങൾ എന്ത് പറഞ്ഞാലും എന്തെങ്കിലും ഈ വീഡിയോ ചെയ്യണം അനാഷ്, ഈ വീഡിയോ ചെയ്യണം അനാഷ്. കുറേ ആൾക്കാർ എന്നോട് റിയാക്ഷൻ ചെയ്യാൻ പറയും. അതാണ് ഞാൻ റിയാക്ഷൻ വീഡിയോ എങ്ങനെ ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം എനിക്ക് ഇങ്ങനെ ഓരോരുത്തരെ കളിയാക്കണ ഭയങ്കര ഇഷ്ടമാണ്. സീരിയസ് ഭയങ്കര ഓരോരുത്തർ ഹാപ്പി ആവുന്ന ഒരു സമയം അങ്ങനെയുള്ള. ഞാൻ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയാലും ഓരോരുത്തരെ ഇങ്ങനെ കളിയാക്കുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ റിയാക്ഷൻ വീഡിയോ ചെയ്യണത്. അപ്പം നിങ്ങൾക്ക് ഇനി വ്ളോഗ് ടൈപ്പ് വേണമെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോയി വ്ളോഗ് ചെയ്യും, ഇവിടെ പോയി വ്ളോഗ് ചെയ്യും, അങ്ങനെ എന്തെങ്കിലും പറയാന്നുണ്ടെങ്കിൽ ചെയ്യും പക്ക. അപ്പം നാഫിയുള്ളതുമാണ്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. പിന്നെ എപ്പോഴും എല്ലാ യൂട്യൂബർമാരും പറയണ പോലെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൊന്ന് ചെയ്തിടുക. കാരണം എന്താ എപ്പോഴും ഇങ്ങനെ വീഡിയോ വരുമ്പോൾ അങ്ങനെ വരും, ഓക്കെ നാഷ് അപ്ലോഡ് വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ. അപ്പം ബൈ ബൈ, അസ്സലാമു അലൈക്കും. എല്ലാവരും നോമ്പ് നോൽക്കുക, ചട്ടി നോമ്പ് നോൽക്കരുത്. പിന്നെ അതേമാതിരി ഹിഡൻ സ്പോട്ടിൽ പോയിട്ട് നോമ്പ് മുറിക്കരുത്. ഇന്നലെ ഞാൻ ഒരുത്തൻ്റെ സ്റ്റോറി ഇട്ടീനി, എൻ്റെ ചെങ്ങായി ഷെബിമോനെ, ഓൻ അവിടുന്ന് പൊറാട്ടയും ബീഫും നിന്നപ്പോൾ ഞാൻ നേരെ വീഡിയോ എടുത്ത് സ്റ്റോറി ഇട്ടു. ഒരു കരുണ ഉണ്ടാവില്ല ഫോളോവറോ സബ്സ്ക്രൈബറോ ആണെങ്കിൽ. ഓക്കെ. അപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ, റംസാൻ കരീം. ബാക്കി പിന്നെ ടാറ്റ ബൈ ബൈ. ഷൂ ഷൂ ഷൂ.